ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശും തെലങ്കാനയും ജനവിധി തേടും. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും വിധിയെഴുത്ത് നടക്കും. യുപിയിലെ 13 മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിലെ 11ഇടത്തും മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ 8ഇടത്തും 4ാം ഘട്ടത്തിലാണ് പോളിംഗ് നടക്കുക. 1717 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ജമ്മുകശ്മീരിലെ ശ്രീനഗർ മണ്ഡലത്തിലും നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അധിർ രഞ്ജൻ ചൌധരി, അഖിലേഷ് യാദവ്, മഹുവ മൊയ്ത്ര, YS ഷർമിള, അസാദുദ്ദീൻ ഒവൈസി, യൂസഫ് പഠാൻ എന്നിവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. MG മിഥുനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. മിഥുൻ, കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ നടന്ന പ്രചരണത്തിൽ നിന്നും ഇപ്പോൾ സ്ഥിതി മാറി, പുതിയ വിവാദങ്ങൾ വന്നിരിക്കുന്നു. നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? പാർവതി, നിശബ്ദ പ്രചരണത്തിലാണ് 96 മണ്ഡലങ്ങളുള്ളത്. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ പ്രധാനമായും തെക്കേ ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും നാളെയാണ് ഒരുമിച്ച് വോട്ടെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ ഒരു തിരിച്ചുവരവിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നതെങ്കിൽ അവിടെ TDPയും ഒപ്പം തന്നെ ജനസേനയും ഉൾപ്പെട്ട സഖ്യത്തിലൂടെ BJPക്ക് ഒരു ആദ്യമായി തന്നെ അവിടെ ഒരു നിലയുറപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി NDA നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ YSR കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി അവിടെ മുൻകാലങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും വിജയിച്ചു കയറാനാകുന്നുള്ള ശുഭപ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ എളുപ്പമാകില്ല എന്നുള്ളൊരു സർവേ ഫലം തന്നെയാണ് അവിടെ നിന്ന് നേരത്തെ തന്നെ ഈ ഒരു പ്രീപോൾ സർവേകളുമായി ബന്ധപ്പെട്ട അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തെലങ്കാനയിൽ 17 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 4 സീറ്റുകളിൽ BJPക്ക് വിജയിക്കാനായിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനും കൂടാതെ BRSനും അവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി BRSന് നേരിടേണ്ടി വന്നു. ആദ്യമായി കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ കോൺഗ്രസ് ഇത്തവണ നില മെച്ചപ്പെടുത്തും, വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി അവിടെ കൂടുതൽ സീറ്റുകൾ നേടുമെന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ നേരത്തെ ഉണ്ടായിരുന്ന 4 സീറ്റുകളേക്കാൾ അപ്പുറം 2 അക്കത്തിലേക്ക് കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ NDAയും വെച്ചു പുറത്തുണ്ട്. അങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിലെ ഈ ഒരു 2 മണ്ഡലങ്ങളിലെ ഒരു കാഴ്ച. ഒപ്പം തന്നെ നമ്മൾ ഉത്തരയിലേക്കും മധ്യ ഇന്ത്യയിലേക്കും പോകുമ്പോൾ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. അവിടെ നാളെ 11 മണ്ഡലങ്ങളിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഈ 11 മണ്ഡലങ്ങളിലും മുൻകാലങ്ങളിൽ മഹാവികാസ് അഘാടി സഖ്യത്തിന് ഏറ്റവും കൂടുതൽ മേൽക്കൈ സമ്മാനിച്ച അല്ലെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ് അവിടെ മത്സരം നടക്കുന്നത്. പക്ഷേ സമീപകാലത്തുണ്ടായിട്ടുള്ള ഈ തിരിച്ചടികൾ അതിൽ NCP പിളർന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ശിവസേന പിളർന്ന് 2 വിഭാഗങ്ങളായി NDAയുടെ ഭാഗമാവുകയും ഒപ്പം തന്നെ മഹാവികാസ് അഘാടി സഖ്യത്തിൽ ഉദ്ധവ് താക്കറെയും NCPയിൽ ശരത് പവാറിന്റെ സഖ്യവും മാത്രമാണുള്ളത്. അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും മറ്റ് NDAയുടെ ഭാഗത്തേക്ക് പോയതിന് പിന്നാലെ അവിടെ ഭരണം മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്തായാലും നിലനിൽപ്പിന്റെ പോരാട്ടമായി തന്നെയാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് കാണുന്നത്. അവിടെ NCPയുടെ യഥാർത്ഥ NCP ആരാണ് എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തെളിയിക്കാമെന്നായിരുന്നു ശരത് പവാർ പറഞ്ഞത്. നിലവിൽ ഈ 2 പാർട്ടികൾക്കും ചിഹ്നമോ പേരോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് വോട്ടെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി പാർട്ടികൾക്കുണ്ട്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണികൾ പോരിനിറങ്ങുന്നത്. ഈ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മധ്യപ്രദേശിലും UPയിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രചാരണം അഴിച്ചുവിടാൻ സാധിച്ചു. കനോജിൽ അഖിലേഷ് യാദവ് മത്സരരംഗത്തുണ്ട്. കാരണം SP-യുടെ അധ്യക്ഷൻ കൂടിയാണ്. കനോജിൽ മത്സരരംഗത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിഭിന്നമായി ഇത്തവണ SP അവിടെ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ഒരു വിലയിരുത്തലുണ്ട്. അത്തരത്തിൽ വലിയ പ്രചാരണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ എത്തി കാഴ്ചവെക്കുകയും ചെയ്തത്. കൂടാതെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അവിടെ കേന്ദ്രീകരിച്ച് നിരവധി തവണയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വരവോടെ ഈ പ്രചരണത്തിന്റെ ഗതി തന്നെ മാറിയിരിക്കുകയാണ്. ഇത് BJPയെ ഏത് തരത്തിലാണ് പ്രതിരോധത്തിലാക്കുന്നത്? വലിയ ആശയക്കുഴപ്പമാണ് BJPക്ക് ഇടയിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ഉണ്ടാക്കാനായത്. പർവ്വതി, തീർച്ചയായും അതായത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായതിന് പിന്നാലെ BJP ഇത്രയധികം പ്രതിരോധത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ്. അരവിന്ദ് കെജ്രിവാൾ 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ശേഷം ഇന്നലെ പ്രവർത്തകരെയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അതിൽ ആദ്യമായാണ് ഇത്തരത്തിൽ മോദി 75 വയസ്സ് തികഞ്ഞാൽ ഇനി 1 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറും, മോദി വോട്ട് ചോദിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തുകയും ചെയ്യുന്നത്. അതിൽ ചൂണ്ടിക്കാണിച്ചത് ആം ആദ്മി പ്രവർത്തകരും ഒപ്പം
ഒപ്പം തന്നെ നേതാക്കളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസ്താവന തന്നെയായിരുന്നു 75 വയസ്സാകുമ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കും, മറ്റ് നേതാക്കൾ രാജ്യം നയിക്കാനായി രംഗത്തേക്ക് വരുമെന്നുള്ളൊരു പ്രസ്താവന നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേജ്രിവാൾ ആഞ്ഞടിക്കുകയും ചെയ്ത് അതിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതായത് നേരത്തെ മുൻകാലങ്ങളിൽ BJP ഭരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അതായത് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ, ഒപ്പം തന്നെ രാജസ്ഥാനിൽ വസുന്ധരാജെ സിൻഹ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇനിയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രമം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ള ഒരു പരാമർശം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ BJP പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനെ കണ്ടിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരുന്നു, ഒപ്പം തന്നെ ബൈറ്റ് നൽകുകയും ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത് BJPയുടെ ഭരണഘടന അനുസരിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല 75 നാളെയാണ് നടക്കുന്നത്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമായുള്ള പ്രചരണങ്ങളിൽ സജീവമായിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലടക്കം ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾക്കായി കെജ്രിവാൾ പ്രചരണം തുടരും. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും MG മിഥുൻ.